എരുമേലി മുക്കൂട്ടുതറ സ്വദേശി ജസ്ന എന്ന വിദ്യാർത്ഥിനിയെ കാണാതായിട്ട് 3 വർഷമായിട്ടും ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇതുവരെ പോലീസിന് വ്യക്തത വന്നിട്ടില്ല. ജസ്നയുടെ മാത്രം കഥയല്ലിത്. കഴിഞ്ഞ 1 വർഷം മാത്രം 816-ലധികം മാൻ മിസ്സിംഗ് കേസുകളാണ് ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കുട്ടികളുടെ തിരോധാനം മറഞ്ഞിരിക്കുന്നത് എന്ത്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ ചെയർമാൻ ഫാദർ ഡോക്ടർ ജോസ് പോൾ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും വിശ്വാസ് സംഘടനയുടെ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പ്രേംനാഥ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് ജോസഫ്, കഴിഞ്ഞ 3 വർഷക്കാലം, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2018 മാർച്ച് മാസമാണ് ജസ്ന എന്നുള്ള പെൺകുട്ടിയെ എരുമേലിക്കടുത്ത് കാണാതാകുന്നത്. ഈ 3 വർഷമായിട്ടും ഈ കേസിൽ വലിയ രീതിയിലുള്ള പുരോഗമനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അടുത്ത കാലത്ത് റിട്ടയർഡായ ശ്രീ KG സൈമൺ, റിട്ടയർഡ് SP KG സൈമൺ പറഞ്ഞത് ഈ കേസിൽ ശുഭകരമായ ചില വാർത്തകൾ പ്രതീക്ഷിക്കാമെന്നും കൂടുതൽ കാര്യങ്ങൾ തനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നും പറഞ്ഞു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ഈ കേസിൽ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ കേരളത്തിൽ നിത്യസംഭവങ്ങളായി മാറുന്നത്? ഈ വിഷയങ്ങളൊക്കെ കുറെ കാലമായി നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ജസ്ന, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് എൻ്റെ ഒരു അന്വേഷണ കൗതുകം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്നയെ മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് ആ കുട്ടി 22-ാം തീയതി, മാർച്ച് 22-ാം തീയതി 2018 വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എരുമേലി വരെ വന്നു. എരുമേലിക്കും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ച് കുട്ടി മിസ്സായി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കുട്ടിയെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞു ഒരു വാർത്തകൾ കുറച്ച് പ്രചരിച്ചു. അതുപോലെ തന്നെ DGP ആയ ടോമി തച്ചങ്കരി സാറും അദ്ദേഹവും പത്തനംതിട്ട SPയും സൈമണും വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എനിക്കതിനകത്ത് യാതൊരു വിശ്വാസവും ഇല്ല. ഇതൊക്കെ തെറ്റിപ്പോയി പോലീസിനെ ഈ കേസിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസ് ആ അന്വേഷണത്തില് കാണിച്ച ചില പാകപ്പിഴകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് ഞാൻ കരുതുന്നത്. അവരുടെ ഡിഡക്ഷൻസ്, നിഗമനങ്ങൾ ശരിയായിട്ടില്ല. കുറച്ച് കാര്യം കൊണ്ട് ഡീപ്പായിട്ട് പോലീസ് പോകണമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി ജീവനോടെ ഇരിക്കുന്നു എന്ന് ചില നിഗമനത്തിൽ അവരെത്തിയത്. എനിക്ക് ആ വിശ്വാസമില്ല. കുട്ടിയെ സാധാരണ വേഷത്തിൽ വീട്ടിൽ നിന്ന് പോയി. കുട്ടിയുടെ കയ്യിൽ പഠിക്കാനുള്ള 2 ബുക്കുണ്ട്, അതുപോലെ ഒരു മൊബൈൽ ഫോണ് ഉള്ളത് വീട്ടിൽ വെച്ചിട്ട് വന്നു. ഒരു ദീർഘ യാത്രയ്ക്കുള്ള ഒരു പോക്കല്ല അത്. കുട്ടിയായിട്ട് പരിചയം അടുപ്പമുള്ള ചില ആൺസുഹൃത്തുക്കള് അവിടെ തന്നെയുണ്ട്. എന്ത് സംഭവിച്ചു? ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവിച്ചു പോയി എന്നാണ് ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്. ഏതായാലും അതേപ്പറ്റി പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. അത് ക്രൈംബ്രാഞ്ച് ആയാലും ശരി, ഇപ്പൊ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ആയിരിക്കുന്നു, അവരുടെ ഡിഡക്ഷൻസ് എല്ലാം തെറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമുക്ക് ഇതുപോലെ തെറ്റിയൊരു കേസുണ്ട് ആലപ്പുഴയില്. രാഹുൽ 2005 രാഹുൽ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് മിസ്സായി ആ കൊച്ചിനെ. 7 വയസ്സുള്ള കുട്ടിയാണ്. ഏകദേശം ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ 22-23 വയസ്സ് വരും. അത് ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI അന്വേഷിച്ചാൽ എങ്ങും എത്തിയില്ല. അതുപോലെ തന്നെ ആയിപ്പോവും ജസ്നയുടെ കേസ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കേരളത്തിലെ പൊതുവായ അന്വേഷണ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 90% കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ബാക്കി കുട്ടികളെ ഒന്നും കണ്ടെത്താനേ പറ്റിയിട്ടില്ല. കുട്ടിക്ക് അപകടം സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അതുപോലെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അങ്ങനെ ചില മതമാറ്റങ്ങളൊക്കെ ഉണ്ടായി. കുട്ടിയെ പ്രേമിച്ചു അല്ലെങ്കിൽ കുട്ടികളെ സ്നേഹിച്ചു, ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ചില മതമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അല്ലാതെ അതിലപ്പുറത്തുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കേരളത്തിലെ മിസ്സായ പലർക്കും അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമുക്ക് ആ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞാലേ. അതുകൊണ്ട് നമുക്ക് ദേവനന്ദയുടെ കേസ് അറിയാമായിരുന്നല്ലോ. ചില കൊച്ചുങ്ങളെ കാണാതെ പോകും. പക്ഷെ ദേവനന്ദയുടെ കേസ് അടുത്ത ദിവസം തന്നെ ആ കുട്ടിയുടെ ഡെഡ് ബോഡി ആ പുഴയിൽ തന്നെ നമ്മൾ കണ്ടെത്തുകയും. കാരണം അത് നാട്ടുകാരും പോലീസും
ചാനലുകാരും പത്രക്കാരും എല്ലാം സജീവമായി രംഗത്ത് വന്നുകൊണ്ടാണ് ആ കുട്ടിയുടെ മൃതദേഹമെങ്കിലും നമുക്ക് കിട്ടിയത്. ഈ ജസ്നയുടെ വിഷയത്തിൽ ആദ്യമായിട്ട് കൃത്യമായി ഇങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ, പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെയുള്ള ഒരു കുറച്ചുകൂടി ജാഗ്രതയുടെ ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നോ? ഇല്ല, പോലീസിന്റെ എന്നാന്നറിയോ, ചില ഡിഡക്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിനകത്ത് ചില യുക്തികളുണ്ട്. ഒരു കുട്ടിയുടെ മിസ്സിങ്, അതിനകത്ത് അവരുടെ വീട്ടുകാരെ സംശയിച്ചു, പിന്നെ കോളേജിൽ പഠിക്കുന്ന ചില കുട്ടികളെ സംശയിച്ചു. അങ്ങനെ ആ സംശയം നീണ്ടുപോയി. കുട്ടിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് ഇപ്പം പോലീസ് പറയണത് കുട്ടി ജീവനോടെ ഉണ്ട്. അവര് കോവിഡ് കാലഘട്ടത്തിലെ സംസ്ഥാനത്തിന്റെ വെളിയിൽ അവിടെ ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കോവിഡിന് ഒരു തടസ്സം? ഒരു തടസ്സം കേരള പോലീസിനില്ല. കോവിഡ് ആയാലും ശരി, ഇന്ത്യയിൽ എവിടെ ആയാലും ശരി, ഒരു കുട്ടി കാണാതെ പോയ, ഇത്രയും വർഷം കാണാതെ പോയ ഒരു കൊച്ചിനെ കണ്ടെത്തി അവിടെ ഇന്നിടത്തുണ്ടെന്നൊരു സൂചന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം എടുത്ത് ഇവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോകണം, കണ്ടെത്തണം. അപ്പൊ അങ്ങനെ ഒരു സൂചന ഇല്ല. അതൊരു തട്ടിപ്പിന്റെ ലക്ഷണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രതീക്ഷ കൊടുക്കുന്നതാണ്. അല്ല, അങ്ങനെയല്ല നമുക്ക് അതിൻ്റെ അകത്ത് അന്വേഷിക്കേണ്ട, അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. വ്യക്തമാണ്. ഡോക്ടർ ജോസ് പോൾ, കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. എങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ ഏറി വരുന്ന ഈ കുട്ടികളെ മിസ്സിംഗ് ആകുന്ന ഈ കേസുകളെ അങ്ങ് നോക്കിക്കാണുന്നത്? എന്തൊക്കെയായിരിക്കാം കുട്ടികളെ ഈ വീടിൻ്റെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് അച്ഛൻ ഇതിനെ നിരീക്ഷിക്കുന്നത്? ബാലനീതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, കുട്ടികൾ സാധാരണ കുറ്റം ചെയ്യാറില്ല. അവർക്ക് തെറ്റുകൾ സംഭവിക്കും, അബദ്ധങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണിത്. വളരെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കുടുംബ പശ്ചാത്തലത്തിന് തന്നെയാണ് നമുക്കിതിന് പഴി പറയേണ്ടതായിട്ട് വരിക. ഒരു കുട്ടി വീട്ടിൽ സ്നേഹിക്കപ്പെടുന്നു, ആ കുട്ടിയെ വീട്ടിൽ ആവശ്യമുണ്ട് എന്നൊക്കെ കുട്ടിക്ക് നല്ലപോലെ ബോധ്യം വന്നാൽ പിന്നെ ആ കുട്ടി സാധാരണ രീതിയിൽ എങ്ങും പോകുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നേരെ മറിച്ച് എന്നെ ഇവിടെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമായ കാര്യങ്ങള്, സാധനങ്ങള് എന്നെ വീട്ടുകാർ തരുന്നതിൽ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എന്തിനും ഇവിടെ നിൽക്കണമെന്നുള്ള ചിന്തക്ക് ചില പല കുട്ടികൾക്കും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ ഏറ്റവും ശിശു സൗഹൃദമാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയം കണ്ടെത്താൻ സാധിക്കണം. ഈ പല സംഭവങ്ങളിലും ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. കുട്ടികളുടെ ഒരു പ്രത്യേകത, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ നമ്മൾ സ്നേഹിച്ചാൽ പോരാ, നമുക്ക് ആവശ്യമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ പോരാ. നേരെ മറിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അവരെ സ്നേഹിക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് വിചാരിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കന്മാരുണ്ട്. ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നതല്ല സ്നേഹം. നേരെ മറിച്ച് ആവശ്യമായത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം കൊടുക്കുന്നതാണ് ശരിയായ മാതൃത്വവും പിതൃത്വവും. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഒരു കുട്ടി വീട്ടിൽ ഏറ്റവും സ്വീകാര്യനാണ്, നമ്മൾ പറയല്ലോ കംഫർട്ടബിൾ ആണ് എന്ന് വന്നു കഴിഞ്ഞാല് പിന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കുട്ടികളുടെ ചിന്തകൾ വളരെ കുറയും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വീടിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വളരെയേറെ ആഴത്തിൽ നോക്കിക്കണ്ടേണ്ട ഒന്നാണ്. അതിലൊരു പ്രത്യേകമായൊരു പോയിന്റ് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കുട്ടികള്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികള് മാതാപിതാക്കന്മാരെ സമീപിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. ഒരു പക്ഷേ അമ്മ അടുപ്പത്ത് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം അച്ഛനൊരു കപ്പ് ചായ കൊടുക്കാനായിട്ട്. ആ സമയത്ത് ഒരു കുട്ടി, ചെറിയ കുട്ടി വന്നിട്ട് അമ്മോട് പറയാണ്, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക, മോനെ അമ്മ അച്ഛന് ഈ ചായ കൊടുത്തിട്ട് ഉടനെ വരാം, മോൻ അവിടെ പോയിട്ട് TV കാണുക, അല്ലെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമ്മൾ തിരിച്ചറിയണം, ഒരു കുട്ടി ആഗ്രഹിച്ചിട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അധ്യാപികയുടെയോ ആരുടെയും അടുത്ത് ഒരു കാര്യം പറയാൻ വരുന്ന സമയമുണ്ടല്ലോ, അതിന് ഞാൻ വിളിക്കുക പ്രൈം ടൈം എന്നാണ്. ആ സമയത്ത് നമ്മൾ ശ്രമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി മനസ്സ് തുറക്കും. നേരെ മറിച്ച് അമ്മ അച്ഛന് ചായ കൊടുത്തതിന് ശേഷം കുട്ടിയെ വിളിച്ച്, വായ മോനെ, മോൻ എന്താണ് അമ്മയോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും
ആ പ്രൈം ടൈം നഷ്ടമാകും. അച്ഛന് ചായ കൊടുത്തിട്ട് അമ്മ വരാ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുക അമ്മയ്ക്ക് എന്നെ വേണ്ട, അച്ഛനെ മതി. നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നു. അപ്പൊ കുട്ടിയെ ആവശ്യമുണ്ട് എന്നുള്ള ചിന്ത കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ എപ്പോഴും എത്തിച്ചു കൊടുക്കണം. വ്യക്തമാണ്. അതായത് അച്ഛൻ പറയുന്നത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതലിന്റെ കുറവ് ഒരു പക്ഷേ ഇത്തരം മിസ്സിംഗ് കേസുകൾക്ക് ഒരു കാരണമാകുന്നു എന്ന് തന്നെയാണ്. അഡ്വക്കേറ്റ് പ്രേംനാഥിലേക്ക് എത്തുകയാണ്. അഡ്വക്കേറ്റ് പ്രേംനാഥ്, അതായത് 7285 കുട്ടികളെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ കാണാതെ പോയിട്ടുള്ളത്. അതിൽ വലിയൊരു വിഭാഗം കുട്ടികളെ നമുക്ക് തിരിച്ചു കണ്ടെത്താൻ ആയിട്ടുമുണ്ട്. ശരിക്കും ഈ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യം സത്യം പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാരണങ്ങളാണ്. മനുഷ്യക്കടത്ത് ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവയവ മാഫിയയുടെ പങ്കുണ്ടെന്ന് പറയുന്നു, ഭിക്ഷാടന മാഫിയയുടെ പങ്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കാരണങ്ങളാണ് ഇതിന് പുറകിലെന്നാണ് മലയാളി വിശ്വസിക്കുന്നത്. ഈ കേസുകളുടെയൊക്കെ പുറകിൽ പോവുകയും ഈ ഇരകൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുട്ടികളെ കാണാതില്ല എന്നൊക്കെ പരാതി വരുന്ന സമയം സാധാരണ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാലാണ്. അപ്പൊ ധാരാളം കുട്ടികളെ കാണാതാവും, ഓടിപ്പോവും, പരീക്ഷയിൽ തോൽക്കുന്നത്. ഇന്നിപ്പോ വർഷങ്ങളായിട്ട് പരീക്ഷയിൽ തോൽക്കുന്ന ഒരു സംഭവമില്ല, കുട്ടികൾ പോകുന്നില്ല. അപ്പൊ പലപ്പോഴും കുട്ടികൾ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം, ചിലപ്പോൾ നിസ്സാര കാര്യത്തിലായിരിക്കും. മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടിച്ചു എന്നുള്ള ചെറിയ പരാതികളൊക്കെയാണ് കുട്ടികൾ പലപ്പോഴും പോകുന്നത്. പക്ഷേ ഏകദേശം 90% കുട്ടികളെ ഇന്ന് പോലീസിന് തിരിച്ചു കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷങ്ങളുടെ മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണെങ്കിൽ പറയും കാമുകനോടൊപ്പം പോയിണ്ടാവും, അങ്ങനെ ഒന്ന് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് ചൈൽഡ് ലൈൻ പോലെയുള്ള സംഘടനകൾ ഇടപെടുന്നുണ്ട്. നാഷണൽ മിസ്സിംഗ് ചാനൽ പോർട്ടൽ ഉണ്ട്. ഒരു കുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ ഫോട്ടോ 3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. 3 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏകദേശം 90% കുട്ടികളെ ഇന്ന് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ബാക്കി 10% കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, മനുഷ്യക്കടത്തിനെ പോലെയുള്ള കാര്യങ്ങൾക്ക് സൂചിപ്പിക്കേണ്ടായി. പക്ഷെ അതിനേക്കാൾ വിപത്തായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ധാരാളം ഉണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടി പോകുന്നതന്നെ പലപ്പോഴും സ്നേഹം നടിച്ചിട്ട്, കുടുംബത്തിൽ സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, കൂടുതൽ പെൺകുട്ടികളാണ്. പലപ്പോഴും +1 +2 കുട്ടികളാണ് ഈ കാര്യത്തിന് ഏറ്റവും കൂടുതൽ ഇരകളാവുന്നത്. അപ്പൊ സ്നേഹം നടിച്ച് പലരും അവരെ വിളിച്ചുകൊണ്ടുപോവുകയും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, പിന്നീട് അവരെ കൈമാറുകയും ചെയ്യുന്ന ഒരു ഇതാണ് കമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈദരാബാദിലുള്ള ഡോക്ടർ സുനിതാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാചുര എന്നുള്ളൊരു സംഘടന അദ്ദേഹം ഹൈദരാബാദ് പോലീസുമായി ചേർന്നിട്ട് ഹൈദരാബാദും ബോംബെയിലും പല നാഗ്പൂരും അങ്ങനെ അഹമ്മദാബാദും ഡൽഹിയിലും ഒക്കെ പല വേശ്യാലയങ്ങളെല്ലാം റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ധാരാളം കുട്ടികൾ, നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾ അടക്കമുള്ള ധാരാളം കുട്ടികളെ, 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്, കുട്ടികളെ മോചിപ്പിക്കാനും അവരോടുള്ള ആസ്ഥാനത്ത് കൊണ്ടെത്തിക്കാനും ആവശ്യമുള്ളവരെ വീടുകളിലേക്ക് തിരിച്ചയക്കാനൊക്കെ പറ്റി. അപ്പൊ ഇത് പോകുന്നത് പല പുതിയ മേഖലകൾക്കാണ്. ഈ 10% കുട്ടികള് അവരെ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അവര് ഓർഗൻ ട്രേഡ്, അവയവ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അവര് ലൈംഗിക ചൂഷണത്തിന് മാത്രമല്ല തൊഴിലായിട്ടുള്ള ചൂഷണം, ലേബർ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി അടിമവേലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലേക്കും ഇവര് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ പോലീസിനെ മാത്രം ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, സമൂഹം തന്നെ ഇതിലൊരു ജാഗരൂകരായിരിക്കണം. അതുപോലെ സദാചാര പോലീസ് ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു കോളനിയിലെ കുട്ടികളെ, അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിലെ കുട്ടികളെ, ഒരു നാട്ടിലെ കുട്ടികളെ, അത് നമ്മുടെ എല്ലാവരുടെയും കുട്ടികളാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ കേരള പോലീസ് ഇന്ന് കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ 57 ഓഫ് കേരള പോലീസ് ആക്ട് പ്രകാരം കേസെടുക്കും. വളരെ നല്ല നിലയിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. SP സാർ പറഞ്ഞ പോലെ ചില 1-2 കേസുകളിലൊക്കെ വളരെയധികം വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭൂരിപക്ഷം കേസുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു മികവ് നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടുള്ള കോർഡിനേഷൻ കാര്യത്തിന് വളരെയധികം കമ്മിയാണ്. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പല സ്ഥലങ്ങളിലും. ബംഗാളിൽ നിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് പാലക്കാട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അവസാനം വ്യഭിചാര കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തൊക്കെ ഫാദർ ജോസ് പോളൊക്കെ അന്ന് CWC മെമ്പർ ആയിരിക്കുന്ന സമയത്ത് വളരെയധികം എടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ച് നമ്മള് ഒരു നല്ലൊരു കേന്ദ്രത്തിലേക്ക് മാറ്റാനൊക്കെ പറ്റിയത്. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ സമൂഹം കുറച്ചും കൂടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുകയും അതുപോലെ ഓരോ കുട്ടികളും നമ്മുടെ തന്നെ കുട്ടികളാണെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫ്,
എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്തരം കേസുകളുടെ പുറകെ പോകുമ്പോൾ അത് ഒരു കൃത്യമായ പോയിന്റിലേക്ക് എത്തിക്കുന്നതിനുള്ള ചില തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉദാഹരണം, ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ, അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴൊക്കെ ഒരു കൃത്യമായ ഒരു നടപടിയിലേക്കോ അല്ലെ അന്വേഷണത്തിലേക്കോ ഒക്കെ പോലീസിന് പോകാൻ ഒരു മടിയുണ്ടോ? അത്രയ്ക്ക് ഏതെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടോ ഇത്തരം അന്വേഷണങ്ങളുടെ പിറകെ പോകുമ്പോൾ? ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യക്കടത്തൊക്കെ വലിയ അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതാണ്. ലൈംഗിക ചൂഷണമൊക്കെ നമ്മുടെ കുട്ടികളെ നേരിടുന്ന വലിയ പ്രശ്നങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത്തരം കാര്യങ്ങളിൽ എന്ത് വെല്ലുവിളിയാണ് പോലീസ് സംവിധാനം നേരിടുന്നത്? അല്ല, പോലീസില് ഇപ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൊച്ചിനെ കാണാതെ പോയാല് കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് ഒന്നെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടും, അല്ലെങ്കിൽ തന്നെ പോലീസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കും. ചൈൽഡ് വെൽഫെയർ ഉണ്ട്. വളരെ അലർട്ടാണ് കേരളത്തിൽ. ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കേരളം വളരെ അലർട്ടാണ്. ഇവിടെ നമുക്ക് മിസ്സാകുന്ന ഏകദേശം 90% കുട്ടികളെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ 10% ഈ അവയവത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ അതിലൂടെ അത്ര, കാരണം വളരെ റയറായിട്ട് എങ്ങാനും പോയിട്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇവിടെ ഈ റോഡില് അതുപോലെ ബെഗ്ഗിങ്ങിന്, ഭിക്ഷാടനത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നത്, അതൊക്കെ കേരളത്തിൽ ഇപ്പൊ അതൊന്നും നടക്കത്തില്ല, വളരെ ചുരുക്കമുള്ളൂ. നമുക്ക് അന്യ സംസ്ഥാനത്തെ കുട്ടികൾ ഇവിടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ കേരളക്കാർ ഇന്റർഫിയർ ചെയ്യും. കാരണം അങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ അവബോധം വന്നിരിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള അന്നേരം തന്നെ കുട്ടിയുടെ ഫോട്ടോ ഇടും, അന്നേരം തന്നെ ട്രേസ് ചെയ്യും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ നല്ലൊരു പങ്ക് ആ കാര്യത്തിൽ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നമ്മള് നേരത്തെ അച്ഛനും പറഞ്ഞു, അതുപോലെ അഡ്വക്കേറ്റും പറഞ്ഞു, കുട്ടികളുടെ കാര്യത്തില് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധപ്പെടുത്തണം. കാരണം ഈ 10% കുട്ടികള് മിക്കവാറും മിസ്സിംഗ് ആയി, അവരുടെ ബോഡി കിട്ടാതെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പം രാഹുലിന്റെ കേസിലും മറ്റവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും, നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും, രണ്ടും മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, എവറാണെന്ന് എനിക്ക് തോന്നുന്നത് ആ 2 കേസ്. അതുപോലെ തന്നെ ഒത്തിരി കേസുകൾ ഇതുണ്ട്. ദേവനന്ദയുടെ നമുക്കറിയാം, തൃശ്ശൂർ നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾ കണ്ടെത്തി. കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നതാണ്. ഈ 10%-നകത്ത് ഒരു 90% അപകടം ഉണ്ടായി ഡെഡ് ബോഡി കിട്ടാതെ പോകുന്നതാണ്. അല്ലാതെ ഒരു 10% മാത്രമേ ഉള്ളൂ മറ്റ് അന്യ സംസ്ഥാനത്തോട് പോയി അങ്ങനെയൊക്കെ പോകുന്ന സംഭവിക്കുന്നുള്ളൂ. 18 വയസ്സിനകത്തുള്ള കുട്ടികൾക്ക്, ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 3-4 കുട്ടികളെ ചെറുപ്പത്തിൽ കാണാതെ പോയി, 16-17 വയസ്സിൽ കാണാതെ പോയി, ഇന്നുവരെ കിട്ടിയിട്ടില്ല. ആ അപ്പനും അമ്മയും മരിക്കുന്നിടം വരെ ദുഃഖത്തോടിരുന്ന് എന്നെ വന്ന് കാണും, കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു അപകടം തന്നെയായിരുന്നു എന്നറിയാം. എവിടെയോ ആ കുട്ടി ഈ ഡ്രെയിനേജിനകത്ത് എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10%-ല് ഒരു 70% കുട്ടികളെ അൺട്രേസ്ഡ് ആണ്, വേറൊരാളുടെ കയ്യിൽ പോകുന്നില്ല. കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഇത് ഇങ്ങനെയല്ല അതിന്റെ പിക്ചർ. പിന്നെ കുട്ടികളെ മാതാപിതാക്കള് എപ്പോഴും ഒരു കെയർ, അത് അച്ഛൻ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതാണ് നമ്മുടെ കാര്യം. കൊച്ചുകുട്ടികള് പ്രത്യേകിച്ച് 12 വയസ്സിനകത്തുള്ള കുട്ടികള് എപ്പോഴും അപ്പന്റെ അമ്മയുടെ ഓടി വന്ന ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ അതിന് ഉത്തരം കൊടുക്കണം. കുട്ടിയെ കെയർ ചെയ്യുന്നുണ്ട്, കുട്ടിയെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ആ പറഞ്ഞ ടിപ്പിക്കൽ എക്സാമ്പിൾ കറക്റ്റ് ആണ്. അമ്മ അച്ഛന് ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആ സമയത്ത് കൊച്ചൊരു സംശയം ചോദിച്ചാൽ അത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മൂഡ് പോയി, പിന്നെ വരുമ്പോൾ അത് പറയില്ല. അന്നേരം ഓടി ഒന്ന് പറയണത് ഒരു കാര്യം നമ്മളെ ധരിപ്പിക്കാനാണ്. അതിനുള്ള ക്ഷമ മാതാപിതാക്കൾ, കുട്ടികൾ കെയർ വേണം. ഞാൻ ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ച 2 പേര് ഗൾഫിൽ പോയി ജോലിയൊന്നും കിട്ടാതെ വന്ന് ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞപ്പം 2 പേരും മരിച്ചുള്ളയാന്ന് വിചാരിച്ചു. എന്നെ ഒന്ന് വിളിച്ചു. അപ്പം ചോദിച്ചു, സാറേ ഞങ്ങൾ സാറിനെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. 21 വയസ്സുള്ള കുട്ടികളാണ്, 21-24 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞിടാവേ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞപ്പോ അവർ ആത്മഹത്യയിൽ നിന്ന് മാറി കേരളത്തിൽ വന്നു, എന്നെ വന്ന് കണ്ടു, സുഖമായിട്ട്. ഞാനൊരു ഹെൽപ്പും ചെയ്തില്ല, ഒറ്റ വാക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് കുറെ അധികം കേസുകൾക്ക് ഹോമോസെക്ഷുവാലിറ്റികളുടെ പലരും കൊച്ചുങ്ങളെ, നമ്മുടെ കുട്ടികളായിരിക്കും, നമ്മുടെ വീടിന് അടുത്തുള്ളവരായിരിക്കും, ചില പ്രായമുള്ള ആളായിരിക്കും. നമ്മൾ വിചാരിക്കുക ആ കൊച്ചു അവിടെ പോയാൽ എന്താ കുഴപ്പമെന്ന്. അത് നമ്മൾ സൂക്ഷിക്കണം. കൊച്ചുങ്ങളെ 1/2 മണിക്കൂർ അല്ലെ 10 മിനിറ്റ് വീട്ടിനകത്ത് കണ്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അന്വേഷിക്കണം. ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ എപ്പോഴും പറയും, ഞാൻ തന്നെ അതുകൂടെ പോലെ 5 മിനിറ്റ് കണ്ടില്ല ചുമ്മാ ഒന്ന് വിളിക്കും, എവിടെയുണ്ട് വിളി കേൾക്കും. കാരണം ഒരു ഡ്രെയിനേജ് പോയി അല്ലെ ചാണാക്കുഴി വീണു അല്ലെ വെള്ളത്തിൽ വീണു, വിളി കേട്ടില്ലെങ്കിൽ നമ്മൾ അപകടം വിചാരിച്ചോണം. നമ്മൾ അന്നേരം അന്വേഷിക്കണം, നമുക്ക് ആ കുട്ടിയെ ട്രേസ് ചെയ്യാൻ പറ്റും. രാവിലെ പോയി കഴിഞ്ഞ് പിന്നെ രാത്രിയിലാക്കിയാണ് കൊച്ചിനെ പറ്റി അന്വേഷിക്കുന്നെങ്കിൽ കഥ മാറിപ്പോവും. അതുകൊണ്ട് ഒരു 18 വയസ്സിനകത്തുള്ള കുട്ടികളെ
ഒരു അരമണിക്കൂർ നേരം കണ്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽ തന്നെ ഇരിക്കണം. അരമണിക്കൂർ നേരം നമ്മൾ കണ്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കണം, അയൽപക്കത്ത് അന്വേഷിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിക്കണം. അതിന് പോലീസ് അങ്ങോട്ട് പോയി കൊച്ചിനെ കണ്ടില്ല, അരമണിക്കൂർ ഞാൻ കുട്ടി വന്നു, പോലീസ് നമ്മളെ വിരട്ടും പിടിക്കുക, അതിലൊന്നും അല്ല. കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കുക, നമ്മുടെ കൊച്ചിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൽ അങ്ങ് റിപ്പോർട്ട് ചെയ്യണം. കാരണം അത് എവിടെ പോയാലും ശരി, സ്കൂളിലായാലും ശരി, കോളേജിലായാലും ശരി, 18 വയസ്സിനൊത്തുള്ള ഏത് കുട്ടി പോയാലും ശരി, അന്നേരം തന്നെ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെ ഹെഡ്മിസ്ട്രസ് അല്ലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആ കുട്ടിയുടെ വീടിനടുത്തുള്ള എല്ലാവർക്കും ഇപ്പം മൊബൈലുണ്ട്. അവർ അന്നേരം മെസ്സേജ് കൊടുത്തോണ്ടിരിക്കും. ആവശ്യമുള്ള കാര്യത്തിനും അനാവശ്യ കാര്യത്തിനൊക്കെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഇത്തരം മാൻ മിസ്സിംഗ് കേസുകളിലൊക്കെ ഈ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അനുഭവങ്ങളും അങ്ങേക്കില്ലേ? വർഷങ്ങൾക്ക് ശേഷം വളരെ ചുരുക്കമുള്ളൂ, വളരെ റേറേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ തിരിച്ചു വന്നു. അയാൾ 52-58 വർഷം മുമ്പ് പൂജപ്പുര പോലീസ് ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് 21 വയസ്സിൽ പോയി. ഇപ്പൊ അടുത്ത കാലത്ത് നല്ല ഏജ്ഡ് ആയപ്പോ അയാൾ വന്നു. അയാൾ അന്നു പോലെ വേണ്ടടാ, അന്നത്തെ കേസ് ഫയലും ഇല്ല. ഞാൻ മിസ്സിംഗ് ആയ കാര്യം ഞാൻ ഈ പറയണത്. ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകും, പിന്നെ കാണത്തില്ല, പിന്നെ മതവും മാറി ചിലപ്പോൾ വേറൊരു ലൈഫിലോട്ട് അവർ പോകും. നമ്മൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള് അതാണ് പൊതുജനങ്ങളോട് പറയേണ്ടത്. ഏത് കുട്ടിയായാലും ശരി, ആ കുട്ടിയെ മിസ്സായെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അലർട്ടാകണം. ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാൻ പല ചാനൽ ചർച്ചയിലും ഓൺലൈനിലൊക്കെ പറയും, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് രാത്രി 2 മണിക്ക് ഒരു കൊച്ചിന്റെ കരച്ചില് വളരെ ദയനീയമായി കേട്ടിയാൽ വണ്ടി നിർത്തി അന്വേഷിക്കണം എല്ലാവരും. എന്ന് വിചാരിച്ചാൽ അവരുടെ പ്രൈവസി കയറാനല്ല, ശ്രദ്ധിക്കണം എന്താണ് കുട്ടിക്ക് ഒരു അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ ഒത്തിരി കുട്ടികളെ അപകടത്തിൽ വീണ് കിടക്കുന്ന കുട്ടികളെ ഒക്കെ ഉറക്കത്തിൽ അപ്പനെ അമ്മയെ അറിയത്തില്ല. ചില കുട്ടി കിടന്ന് നിലവിളിക്കും, അവർ നല്ല സൗണ്ട് സ്ലീപ്പ് ആകും, അയലൊക്കത്തെ വീട്ടുകാർ കേട്ടും ഒന്ന് അന്വേഷിക്കും. എത്രയോ പേരങ്ങനെ അന്വേഷിച്ച് എത്ര കുട്ടികളെ ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ നമ്മുടെ കുട്ടികളല്ലെങ്കിലും മറ്റേ കുട്ടികള് അവിടെ ഇന്ത്യൻ പൗരനായിട്ട് 21 വയസ്സ് അല്ലെ 18 വയസ്സിന് കഴിയുന്നിടം വരെ പൊതുജനങ്ങളുടെ എല്ലാവരും ശ്രദ്ധ വേണം. ഞാന് പല സന്ദർഭത്തിലും പറയുന്നുണ്ട്, ഒരു കുട്ടിയെ മാതാപിതാക്കള് നമ്മൾ ഇപ്പം അടുത്ത ദിവസം ഞാൻ കൂടുതലധികം വേദനിച്ച ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഭാര്യയായിട്ട് വഴക്കുണ്ടായി, ഭാര്യയുടെ വീട്ടിൽ പോയി. ഈ 2 കുട്ടികളുടെ ഒരു കൊച്ചിന്റെ കഴുത്തറുത്തയാള്. എന്നിട്ട് മറ്റേ കൊച്ചുമായിട്ട് പോയി, ആ കുട്ടികളുടെ സ്നേഹം കൊണ്ടാണ് മറ്റേ ആ കുട്ടിയായിട്ട് പോയി അവിടെ ഒരു അമ്പലക്കുളത്തിൽ ചാടി മരിച്ചു. ഈ കുട്ടി, ഞാൻ ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ അടുത്ത ദിവസം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, മാതാപിതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പം നിങ്ങൾ കുട്ടിയുടെ അടുത്തല്ല വൈരാഗ്യം തീർക്കണ്ടേ. അമ്മയെ തോപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ ചെയ്യും, അച്ഛനെ തോപ്പിക്കാൻ അമ്മ ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യരുത്. കുട്ടികളെ വേണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മുടെ നാടിന് വേണം, നമുക്ക് വേണം, ഇന്ത്യക്ക് വേണം, കേരളത്തിന് വേണം. തൃശ്ശൂരല്ല, കൊല്ലത്തെ ഒരു ഒരു കൊച്ചിനെ, 3 വയസ്സുള്ള ഒരു കൊച്ചിനെ, 3 ദിവസം പ്രായ കൊച്ചിനെ എന്ന് പറയുന്നു, എന്തായാലും കരിയിലേക്കകത്ത് കൊണ്ടിട്ട് അതിനെ ഉറുമ്പരിച്ച് പിറ്റേ ദിവസം അടുത്ത വീട്ടിലെ ഒരു കുഞ്ഞു വെച്ച് ആ കരച്ചില് കേട്ടിട്ട് അമ്മയോട് പറഞ്ഞു, അതേ 4:30 ഒരു കരച്ചില് കേൾക്കുന്നു. അമ്മ ഇവനൂടെ പോയി ആ കൊച്ചിനെ എടുത്തു, പുക്കിൾ കൊടി പോലും മുറിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയണത്, ഇങ്ങനെ ഒരു ഇല്ലീഗലായ ഒരു ഗർഭം ധരിച്ചൊരു കുട്ടി ഉണ്ടായാലും ശരി, ആ കൊച്ചിനെ കൊല്ലരുത്. നമ്മൾ സർക്കാർ എടുത്തോളും, വെള്ളത്തൊട്ടിലുണ്ട്, നമുക്ക് വേണം. നമ്മുടെ ഇന്ത്യയുടെ ഭാവിയാണ് ഇവരിലാണ് നിൽക്കുന്നത്. ഏത് കൊച്ചായാലും ശരി, ഉന്നത കുലജാതനായാലും ശരി, താഴെക്കടയിലുള്ളായാലും ശരി, സാമ്പത്തികമുള്ളവനായാലും ശരി, ഇല്ലെങ്കിലും കൊച്ചുങ്ങളെ എല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത് വേണം, ഇന്ത്യക്ക് വേണം. ദയവ് ചെയ്ത് കൊച്ചുങ്ങളെ ഉപദ്രവിക്കരുത്, കൊച്ചുങ്ങളെ കൊല്ലരുത്. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടെങ്കിൽ ആ കൊച്ചുങ്ങളെ ഏറ്റെടുക്കാൻ സർക്കാരുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. കുട്ടികളെ നോക്കുക, CWC ഉണ്ട്, പോലീസുണ്ട്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാൻ ധാരാളമുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങ് ഇവിടെ ഉന്നയിച്ചത്. ഡോക്ടർ ജോസ് പോൾ, 2017 യുണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ 2 മുതൽ 4 വയസ്സുള്ള 10 കുട്ടികളിൽ 7 പേരും സ്വന്തം വീട്ടിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്ന് പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ പറയുന്ന ചൂഷണങ്ങളൊക്കെ, അതിക്രമങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും വന്നു ചേരുന്നത്? ഒരു കാലത്ത് നമുക്കൊന്നും സ്വപ്നം പോലും കാണാത്തത്ര ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ കുടുംബങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? ഒരു സാംസ്കാരികമായ ഒരു ചേഞ്ച് കേരളത്തിന്റെ മനസാക്ഷിയിലേക്കും കടന്നുകൂടിയിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? മുൻകാലങ്ങളിലൊക്കെ കുട്ടികളുടെ ആവശ്യങ്ങൾ വളരെ പരിമിതങ്ങളായിരുന്നു. നമ്മുടെ വീടുകളിലെ സാഹചര്യങ്ങളും സാഹചര്യമൊക്കെ പരിമിതങ്ങളായിരുന്നു.
ഇന്ന് കാലം മാറി, കുട്ടികളുടെ ആവശ്യങ്ങൾ വളരെ കൂടി അല്ലെങ്കിൽ വളരെ വലുതായി. ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഒളിച്ചു പോകുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. കുട്ടികൾ പീഡനം ഏൽപ്പിക്കപ്പെടുന്നു. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവര് അത് പ്രകടിപ്പിക്കും. പലപ്പോഴും നമുക്കറിയാം, യൗവനകാലം വളരെ സങ്കുചിതമായ വളരെ ടെർബുലന്റ് ആയ ഒരു സമയമാണ്. കുട്ടികള് കുട്ടിത്തം വിട്ടുകഴിഞ്ഞു, അതുപോലെ തന്നെ മുതിർന്നവരായിട്ടില്ല. സാൻഡ്വിച്ച് ഏജാണ്. ഈ സാൻഡ്വിച്ച് ഏജ് എന്ന് പറയുമ്പോൾ കുട്ടിയെല്ലാം മുതിർന്ന ആളുമായിട്ടില്ല. എന്തെങ്കിലും ഒരു തെറ്റു പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ മാതാപിതാക്കന്മാർ പറയും, ഇപ്പോഴും കുട്ടിയാന്ന വിചാരം, എന്താ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ ചെയ്തത്. ഇനി എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ചെയ്തു വരുമ്പോൾ ഉടനെ പറയും, നിങ്ങൾ കുട്ടികളാണ്, മുതിർന്നവരായിട്ട് ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ കുട്ടിക്ക് തോന്നും, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് വീർപ്പ് കുട്ടിയാണ്, ഇതൊന്ന് ഞാൻ ബ്രേക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് കുട്ടി കുറെ കൂടി എതിർപ്പുകൾ കാണിക്കുന്ന ഒരു സമയമാണിത്. കൗമാര പ്രേമം പോലും ഒരു പരിധി വരെ ഇതിന്റെ ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾക്കൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ? ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടിയുടെ ശരിയായ ആവശ്യം നമ്മുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും സമൂഹവും മനസ്സിലാക്കാതെ വരുമ്പോൾ കുട്ടി കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിനായിട്ട് മാത്രം നമ്മൾ അങ്ങ് ബ്രാൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ കുട്ടിയുടെ നേരെ നമ്മൾ അധിക്ഷേപങ്ങൾ ഉണ്ടാക്കും. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. പല കുട്ടികളും ഇവൻ രാത്രി 12 മണിക്കടക്കം എന്നെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഫാദർ ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, വീട്ടിലത്തെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ മിക്കവാറും സന്ദർഭങ്ങളിലെ കുട്ടികളെ അനുനയിപ്പിച്ചിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്കോ മാറ്റാനായിട്ട് ദൈവാനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആവശ്യം അവരെ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ അവരെ മനസ്സിലാക്കാതെ വരുമ്പോൾ അവരത് പ്രകടിപ്പിച്ചിരിക്കും. കാരണം കുട്ടികൾക്ക് വേറെ ചിന്തയൊന്നുമില്ല, അവർക്ക് വേറെ സ്ഥലത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുകയില്ല, വേറെ തരത്തിൽ പറ്റുകയില്ല. അപ്പൊ അവർ വീട്ടിൽ പ്രകടിപ്പിക്കും. അത് ആ പ്രകടിപ്പിക്കുന്നതിന്റെ പുറകിലുള്ള വികാരം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് മാതാപിതാക്കന്മാർക്കും അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ അധ്യാപകർക്കും പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ. ഇനി ചുരുക്കം ചില സന്ദർഭങ്ങളിലെ ബുദ്ധിയുടെ ഒരു അപക്വത കൊണ്ട് ചില കുട്ടികൾ ചില രീതിയിൽ പ്രവർത്തിച്ചിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധി മാത്രമല്ല ശാരീരികമായ വൈകല്യങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. ചില കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ മാർക്ക് കിട്ടും, മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും അവർ മാർക്ക് കുറയും. അപ്പൊ ഉടനെ പേരൻസ് പറയും, നീ പഠിക്കുന്നില്ല, ഇരുന്ന് പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾ സ്കൂളിൽ ഏറ്റവും അധികം കേൾക്കുന്ന വാക്ക് ഏതാണ്? കുട്ടികളും ചാടിക്കേറി പറയും, പഠിക്കുക. ഇനി വീട്ടിൽ ചെന്നാലും മാതാപിതാക്കന്മാർ എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക്? ഇരുന്ന് പഠിക്കണം. ഇത് തന്നെ. അപ്പൊ ഇത് കുട്ടികൾക്ക് മടുക്കുകയാണ്. ഇനി ചുരുക്കം കേസുകളിലെ ചില കുട്ടികൾക്ക് കണ്ണിന്റെ പ്രശ്നം കാണും, കാഴ്ചക്കുറവ് കാണും. അപ്പൊ അവർക്ക് ടീച്ചേഴ്സ് ബോർഡിൽ എഴുതി കൊടുക്കുന്നത് വായിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിയുകയാണ്, കുട്ടികൾ പഠിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നുള്ള മുദ്ര കുത്തപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ടെൻഷനാകും, പാരന്റ്സിനും ടെൻഷനാകും, കുട്ടിയുടെ മേലെ കുറെ കുറ്റങ്ങൾ വരും. ഇങ്ങനെ ശരിയായ രീതിയിൽ കുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ മുതിർന്നവർ പെരുമാറുന്നത് കൊണ്ടാണ് നല്ല ശതമാനം കാര്യങ്ങളിലും കുട്ടികൾ നമ്മൾ കുറ്റക്കാരാണ്, തെറ്റുകാരാണെന്ന് പറയുന്നത്. ഇതിന്റെ പേരിലാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും ഏൽപ്പിക്കപ്പെടുന്നതും. ഇത് നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ സമൂഹത്തിനെ കുറെ കൂടി അവബോധമുള്ളതാക്കി മാറ്റണം. എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്? ഉദാഹരണത്തിന് പ്രേമത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാല് നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കുന്നു പ്രേമിക്കാൻ പാടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പാലക്കാട് ചൈൽഡ് ലൈൻ തുടങ്ങിയ സമയത്ത് ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരു കുട്ടിയോട് പ്രേമമാണ്. അന്നത്തെ ഞങ്ങളുടെ സ്റ്റാഫ് അത്ര ട്രെയിൻഡ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 1098 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചിട്ട് കുട്ടി സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ സ്റ്റാഫ് കൊടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഈ പ്രായത്തിൽ പ്രേമിക്കാനൊന്നും പാടില്ല. അത് ഉത്തരമല്ല. അപ്പൊ നമ്മൾക്ക് ചിന്തയില് പ്രേമം എന്നുള്ളത് തെറ്റാണ്. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്, പ്രേമം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. ഒരു ആൺകുട്ടി അച്ഛനാകാനും പെൺകുട്ടി അമ്മയാകാനും പ്രകൃതി ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും തോന്നുന്ന ഒരു മാനസികമായ ഒരു അടുപ്പമാണത്. നേരെ മറിച്ച് അത് വലിയൊരു തെറ്റാണ്, അബദ്ധമാണ്. ആദ്യമായിട്ട് പ്രേമം തോന്നുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മാനസികമായ സമ്മർദ്ദ അവസ്ഥയാണ്. കാരണം കുട്ടി വിചാരിക്കും, എന്റെ ദൈവമേ,
ഇത്രയും കാലമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ ഇപ്പൊ എനിക്ക് അവനൊന്ന് കാണണം, അവനൊന്ന് കേൾക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം. പഠിക്കാൻ സാധിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ആരെയും എനിക്ക് കാണണം, പുസ്തകം തുറന്നാൽ അവന്റെ രൂപം. ഇതൊക്കെ നമ്മൾ കൗമാരപ്രായത്തിന് പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയേറെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വ്യക്തമാണ്. ഡോക്ടർ പ്രേംനാഥ്, അങ്ങ് ആദ്യഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് മനുഷ്യക്കടത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവയവ മാഫിയയുടെ ഒരു സാഹചര്യം സാധ്യത പറയുന്നു. ഇങ്ങനെ ഈ മനുഷ്യക്കടത്തിനൊക്കെ ഇരയാകുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് അവരെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ, അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? അങ്ങയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന്, അങ്ങ് ഇടപെട്ട കേസുകളുടെ വെളിച്ചത്തിൽ നിന്ന് എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? ഓക്കെ, അതിന് ഉത്തരം പറയുന്നതിന് ഒരു വാക്ക് കൂടെ ചേർക്കട്ടെ. ഈ ലൈംഗിക അപചയം സംഭവിച്ച ഒരു ജനതയാണ് കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ ലൈംഗിക പീഡന കേസുകളൊക്കെ വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം ഉണ്ടായി. പക്ഷെ നമുക്ക് ആ കാലഘട്ടം നോക്കുമ്പോൾ 2012 നവംബർ 14 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം വരികയും ആ നിയമത്തിന് ശേഷം ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും റിപ്പോർട്ടിംഗ് നിർബന്ധമാക്കുകയും മാൻഡേറ്ററി ആക്കുകയും റിപ്പോർട്ടിംഗ് ചെയ്തില്ലെങ്കിൽ കുറ്റകൃത്യമാക്കുകയൊക്കെ ചെയ്തപ്പോൾ കേസുകളുടെ എണ്ണം കൂടി. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം കേരളത്തിലെ ആൾക്കാർ, സമൂഹം തന്നെ ലൈംഗിക അപചയത്തിന് ഇറങ്ങി എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവില്ല. ആവശ്യമില്ല. തീർച്ചയായും. രണ്ടാമത് ഈ കേസുകൾ, മിസ്സിംഗ് ചൈൽഡ് കേസുകളിൽ തന്നെ നമ്മുടെ SP സാർ പറഞ്ഞ പോലെ തന്നെ പല പാളിച്ചകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന്, അതായത് കുട്ടിയുടെ പാരന്റ്സിന്റെ കെയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, സ്കൂളിലേക്കോ മറ്റെവിടേക്കോ പോകുന്നല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ചൈൽഡ് ഹൂ നീഡ്സ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്നൊരു വിഭാഗത്തിലേക്ക് മാറുകയാണ്. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെ നോക്കേണ്ട, പിന്നീട് അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പോലീസ് അവരെ ഹാജരാക്കേണ്ടത് CWC ചെയർമാന്റെ മുന്നിലാണ്. അതൊരു മജിസ്ട്രേറ്റ് കോടതിയുടെ എല്ലാ അധികാരമുണ്ട്. പക്ഷെ നിരവധി ക്ലാസ്സുകൾ എടുത്തിട്ടും, പോലീസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടും, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടൊക്കെ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങനെയുള്ള കുട്ടികളെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ്, സാധാരണ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ. ആ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്ന് പരിശോധിക്കാതെ അതേ പാരന്റ്സിന്റെ കൂടെ, അല്ലെങ്കിൽ അതേ രണ്ടാനച്ഛന്റെ കൂടെ, അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ കൂടെ അവരെ വിട്ടയക്കുകയും വീണ്ടും ആ കുട്ടികൾ അപ്രത്യക്ഷരാവുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോലീസിന് നല്ലൊരു പരിശീലനം ഈ ഭാഗത്ത് കിട്ടാനുണ്ട്. രണ്ടാമത്, ഇതുപോലുള്ള കുട്ടികൾ പോയി തിരിച്ചു വരുമ്പോൾ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക കൂടെ ചെയ്യണം. ഇപ്പൊ ഒരിക്കലും കിട്ടിയ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവൻ ഓടിപ്പോയ കുട്ടിയല്ലേ എന്നുള്ളൊരു പരാമർശം പലപ്പോഴും ഉണ്ട്. അത് കുടുംബാംഗങ്ങളുടെ ഇടയിലുണ്ട്, പുറമേ നിന്നുണ്ട്, സമൂഹത്തിന്റെ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അവനെ ഒരു അന്യനായി കാണാതെ അവനെ പുറത്തേക്ക് കൊണ്ടുവരികയും വേണം. അതുപോലെ അവരിൽ കലാവാസനകളൊക്കെ ഉള്ള കുട്ടികളെ അതിൽ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള പരിപാടികൾ പലതും ചെയ്യണം. അതിൽ വലിയൊരു തടസ്സം തന്നെ എനിക്ക് വളരെ ഇതായിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ സങ്കടകരം എന്ന് പറയട്ടെ, പല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം മൂലം അവരുടെ ജോലികൾ തന്നെ ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. അവരുടെ നിയമനങ്ങൾ പോലും രാഷ്ട്രീയത്തിന്റെ ലേബിളിലൊക്കെ ആയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും പല കേസുകളും നമുക്ക് ധൈര്യമായിട്ട് CWCനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ ആലോചിച്ച് ചെയ്യേണ്ട കാലഘട്ടമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏത് പ്രശ്നങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി കാണുകയും കുട്ടികളുടെ ക്ഷേമം, വെൽഫെയർ ഓഫ് ദ ചൈൽഡ് ഷുഡ് ബി ദ പാരമൗണ്ട് കൺസിഡറേഷൻ, ആ രീതിയിൽ കൺസെപ്റ്റായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇതുപോലെ മിസ്സിംഗ് ചൈൽഡുകളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടാവും. എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് ഈ മനുഷ്യക്കടത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരം ദുരുപയോഗങ്ങൾക്കൊക്കെ ഇരയാകുന്ന കുട്ടികൾക്ക്, അവരെ നമുക്ക്, അങ്ങനെ ഒരു കുട്ടി നമ്മുടെ കൺമുമ്പിൽ എത്തിപ്പെട്ടാൽ അവരെ നമുക്ക് എങ്ങനെയാണ് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ എന്തൊക്കെ വഴികളാണ്, നിയമത്തിന്റെ വഴികൾ മാത്രമല്ല, അല്ലാതെ ഒരു സാമൂഹിക സാംസ്കാരികമായ എന്തൊക്കെ സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്? ധാരാളം ഉണ്ട്. ഞാൻ അതുപോലെ തന്നെ നമുക്ക് ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, NGO ആണെങ്കിലും അതൊരു ഒഫീഷ്യൽ NGO ആണ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്ന ഏക NGO ആണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ചൈൽഡ് ലൈൻ നമുക്കറിയാലോ, 1098 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ സഹായം എത്തുന്ന NGO ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് ചൈൽഡ് ലൈൻ അവർക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. അവർക്കുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും, അവർക്കുള്ള ഭാവിയിലുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റികള്, അവർക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള ഇടം, അതെല്ലാം ചെയ്യാൻ ചൈൽഡ് ലൈനും പറ്റും. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ, തിരിച്ചു വന്ന കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി, അവരുടെ ഒരു സോഷ്യൽ വെൽഫെയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ആ കുട്ടിയെ ഏത് ഓർഫനേജുകളിൽ താമസിക്കണോ, വീടുകളിലേക്ക് തിരിച്ചു വിടണോ, ആ കുട്ടിക്ക് എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അവർക്ക് പറ്റും. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന്, സംസ്ഥാന ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് വളരെ ഒരു പങ്കുണ്ട്.
അവർക്ക് അതിന്റെ മുകളിൽ മേൽനോട്ടം വഹിക്കാനും അവർക്ക് ഉത്തരവുകൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിനടക്കം ഉത്തരവുകൾ നൽകാനുള്ള അധികാരം കൂടെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. ഈ 3 സംഘടനകളും, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അതുപോലെ ചൈൽഡ് ലൈൻ, ഇവര് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എല്ലാ ജില്ലകളിലും കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിനുള്ള ഓഫീസർമാരുണ്ട്, അതിനുള്ള സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ കമ്പൈൻഡ് എഫേർട്ട് കാണുന്നില്ല. അതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. അതെ, ശ്രീ ജോർജ് ജോസഫ്, ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ചൈൽഡ് ലൈനിലേക്ക് ധാരാളം കുട്ടികൾ വിളിക്കുന്നു, ചൈൽഡ് ലൈനിലേക്ക് വരുന്ന കോളുകളുടെ നമ്പേഴ്സ് വലിയ രീതിയിൽ കൂടുന്നു എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുകൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. എന്നാൽ മറൊരു വശമുണ്ട്, നമ്മുടെ ഈ ചൈൽഡ് ലൈനിലേക്ക് വരുന്ന ഫേക്ക് കോളുകളുടെ എണ്ണവും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു തമാശക്കെന്ന് നിൽക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. മറുവശത്ത് ചില പ്രതികളൊക്കെ കുട്ടികളെ ഇതിന് കരുവാക്കിക്കൊണ്ട് ഇത്തരം കേസുകളിൽ വളരെ കുട്ടികളുടെ കേസായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത, ശ്രദ്ധ സർക്കാർ സംവിധാനങ്ങളുടെ പോലീസ് ഭാഗത്തു നിന്ന് കിട്ടുമെന്നുള്ള ഒരു ധാരണയിൽ കുട്ടികളെ കരുവാക്കുന്നുമുണ്ട്. അങ്ങനെ കുട്ടികളുടെ മൊഴികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രവണതയിലൂടെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ കൊല്ലത്തുണ്ടായ സംഭവം, കടയ്ക്കാവൂരുണ്ടായ സംഭവം നമ്മളെയൊക്കെ ഞെട്ടിച്ചു. കാരണം അമ്മ മകനെ പീഡിപ്പിച്ചെന്ന് അവരുടെ ഭർത്താവ് തന്നെ ആ കുട്ടിയെ ട്യൂട്ടർ ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ ആദ്യം മുതലേ അത് കേട്ടപ്പോൾ മുതൽ അന്ന് മുതൽ ഞാൻ അത് അൺബിലീവബിളായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കൊരു കൊച്ചിനെ, നമ്മുടെ കുട്ടികളെ, 18 വയസ്സുള്ള കുട്ടികളെ അപ്പനും അമ്മയും തമ്മിൽ വഴക്കടിക്കുമ്പോൾ ഓരോ കുട്ടികളെ ചിലപ്പം ചില കുട്ടികൾ അമ്മയുടെ ഒപ്പം ചേരും, ചില കുട്ടികൾ അച്ഛൻ്റെ ഒപ്പം ചേരും, ചിലപ്പോൾ വീണ്ടും അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തോട്ട് ചാടിപ്പോവും. ഇതൊക്കെ കുട്ടികളെ ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് വളച്ച് അതുങ്ങളെ നമ്മുടെ ഉദ്ദേശ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം. കാരണം കൊല്ലത്തുണ്ടായ ആ സംഭവം നമ്മളെ കേരളത്തിലെ, ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചു. അമ്മ 13 വയസ്സുള്ള കുട്ടിയുമായിട്ട് ലൈംഗികമായ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നൊരു വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ചു. പക്ഷെ അതിനകത്ത് ഒരു കാര്യമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ആരാണ് വലുതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൃത്രിമമായ കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്നത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആണെന്നുമാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് കുട്ടികളെ അനാവശ്യമായി കുടുംബ പ്രശ്നത്തില് കരുവാക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ ഞാനത് 1-2 ചാനലിൽ പറയുകയും ചെയ്തു. ആ കുട്ടികളെ സർക്കാർ എടുക്കണം. കാരണം അപ്പനും അമ്മയും കുട്ടികളെ മിസ്യൂസ് ചെയ്യണേ. ആ അഡോളസന്റ് പീരീഡിലുള്ള കുട്ടികളെ ഏത് വിധത്തിലോട്ടും ഡൈവേർട്ട് ചെയ്യുകയാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ, പേരൻസ് തമ്മിലടിക്കുന്ന കുട്ടികളെ സർക്കാർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതിൽ ചൈൽഡ് ലൈനിലുള്ളവരും ശ്രദ്ധിച്ച് കുട്ടികളെ ഏറ്റെടുക്കണം. അതാരും പറഞ്ഞില്ല അവിടെ. അത് നമ്മൾ ആ കുട്ടികളെ 4 പേരെ ഏറ്റെടുക്കണം. അവരെ ക്രിമിനലാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ആ ചൈൽഡ് ലൈനിലെ ഉള്ള ആൾക്കാർ പറഞ്ഞു, ആ കുട്ടികളുടെ മൊഴി കൊടുക്കുമ്പോൾ ആ കുട്ടി തലകുനിച്ചിരിക്കുകയായിരുന്നു, മുഖത്തും നോക്കുന്നില്ല, കള്ളലക്ഷണമല്ലേ. അപ്പം പഠിപ്പിച്ചതാണത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അത് ഒരു വഴി. ഇനി കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന പേരൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് 9 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് 12 വയസ്സുള്ള ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ശരി. അതുകൊണ്ടാണ് ഞാൻ വാളയാർ കേസിനകത്ത് അതിനകത്ത് 11 വയസ്സുള്ള പെൺകൊച്ച്, 13 വയസ്സുള്ള കുട്ടി ആദ്യം മരിച്ചു, ചേച്ചി മരിച്ചു. അതിനുശേഷം 11 വയസ്സുള്ള കൊച്ചു മരിച്ചു. 11 വയസ്സുള്ള കൊച്ചിന് അത് ഏതായാലും ആ ഉത്തരത്തിൽ തൂങ്ങാനായി പറ്റില്ല. അന്ന് മുതൽ ഞാനത് പറയുന്നുണ്ട്. അതൊരു മർഡറാണ്, മർഡറിലേക്കാണ്. കാരണം അത് എങ്ങനെയാണ് ആ കുട്ടിയെ തൂക്കിയെന്നൊക്കെ ഞാൻ ചാനലിൽ കൂടെ ഞാൻ പറയുന്നില്ല, വെബ്സൈറ്റിൽ കൂടെ ഒന്നും പറയാൻ പാടില്ല, പറയത്തുമില്ല. തീർച്ചയായും. എങ്കിലും അത് ക്ലിയർ ആയിട്ടുള്ള മർഡറാണ് ആ കുഞ്ഞു കൊച്ചിന്റെ. അതുകൊണ്ട് ആ മൂത്ത കൊച്ചിന്റെയും അതേ മർഡർ തന്നെ. ആ കുട്ടി, ഇളയ കുട്ടി മൂത്ത കുട്ടിയെ അവിടെ തൂങ്ങിക്കുന്ന സമയത്ത് അതിന്റെ കാൽച്ചോട്ടിൽ നിന്ന് 2 പേര് ഇറങ്ങിപ്പോകുന്ന കണ്ടു എന്ന് ഇളയ കൊച്ചു പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ ഇറങ്ങിപ്പോയ ആൾക്കാര് പിന്നീട് പ്രതിയായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് ആ വിവരം പറഞ്ഞ കൊച്ചിന്റെ ജീവൻ അപകടത്തിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മർഡറാണ്. അതിനകത്ത് പോലീസിന് തെറ്റി, അവിടുത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും തെറ്റി. ഹൈക്കോടതി അത് കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്തു. അവിടെയൊക്കെ അല്ലേ നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ വീഴ്ച എന്ന് ജനങ്ങൾ വളരെ വിഷമത്തോടെ തുറന്നു പറയേണ്ടി വരുന്നത്? എന്ത് ജാഗ്രത കുറവാണ് പോലീസ് സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നതും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ട വളരെ വിഷയം തന്നെയാണ്. കാരണം അത് പോലീസിന്റെ ഭാഗത്ത് വളരെ ജാഗ്രത കുറവുണ്ടായി. അത് തന്നെയല്ലേ ഞാൻ ഈ കടയ്ക്കാവൂര് അല്ലെങ്കിൽ കൊല്ലത്തുണ്ടായ ആ സംഭവത്തിനകത്ത്
ആ പോലീസ് അമ്മയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവധാനതയോട് മാത്രം അത് കൈകാര്യം ചെയ്യാവുള്ളൂ. കുടുംബ പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും 10-12 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൊടുത്ത് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്ര സീരിയസ് ആയ ഒരു ആരോപണം അത് ആര് പറഞ്ഞു? ആ ചൈൽഡ് ലൈനിലുള്ളവരെടുത്ത് അവര് പോയി ആ കുട്ടി ഇതേ ആരോപണം തന്നെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി ഒരു 164 ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല. അല്ല, കുട്ടിയെ വെട്ടിലാക്കുന്ന പരിപാടിയില്ല കാണിച്ചത് അവര്. 164 റെക്കോർഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല പോലീസ്. പല കേസിനകത്തും പോലീസ് 164 റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തെറ്റ് തന്നെയെന്ന് ഞാൻ പറയും. കാരണം എന്റെ ഒരു കേസിനകത്ത് ഞാൻ 164 റെക്കോർഡ് ചെയ്തിട്ടില്ല. 164 6 റെക്കോർഡ് ചെയ്താലും എന്റെ ഒരു DIG ഒരു IG ഒരു കേസിനകത്ത് 164 ഞാൻ ചെയ്യില്ല സാറേ എന്ന് പറഞ്ഞിട്ടും അവരുടെ നിർബന്ധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പാഠം പഠിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ 164 കൊടുത്തയാള് എതിർകക്ഷികൾ വിളിച്ചോണ്ട് പോയി വീണ്ടും കോടതിയിൽ പോയി ഒരു 164 ഇത് പോലീസ് വിരട്ടിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത 164 കൊടുത്തു. തിരിച്ച് പോലീസ് വീണ്ടും പിടിച്ചു. അത് അവര് തട്ടിക്കൊണ്ട് പോയോണ്ട് പേടിച്ച് പറഞ്ഞതാണ്. 3-4 പ്രാവശ്യം റിട്രാക്ട് ചെയ്തു. 164 CRPC പ്രകാരമുള്ള മൊഴി കൊടുപ്പ് റിട്രാക്ട് ചെയ്യും. എന്തിനാണ് പോലീസ് ഇതുപോലത്തെ കാര്യം? സത്യസന്ധമായ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ആൾക്കാർ മൊഴി പറഞ്ഞോളും. കാരണം പല കേസിനകത്ത് നമ്മളത് കാണുകയാണ്. ഈ വാളയാർ കേസൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കേസിന്റെ പുറകിലുള്ള പ്രതികളെയൊക്കെ തൊടാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവരെയൊക്കെ തൊടാൻ ഭയമുണ്ടോ കേരളത്തിലെ പോലീസ്? പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യങ്ങളൊക്കെ അതിനൊക്കെ പ്രതികളാകുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരാണ്. ഗോവിന്ദച്ചാമിയുടെ വിഷയമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് പോസ്കോ കേസുകൾ, കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ഗൂഢസംഘങ്ങൾ രാജ്യത്തുണ്ടോ അല്ലെങ്കിൽ കേരളത്തിലുണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ ചായ്വുള്ളാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കൊള്ളൂലാതെ ഞാൻ പലപ്പോഴും പറയത്തേ, ഭരണഘടന അനുസരിച്ചുള്ള കാര്യം ചെയ്യാനാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ ചായ്വ് കാണിക്കാൻ പാടില്ല. അത് ഒരിക്കലും പോലീസിന് സംഘടനയുടെ കാര്യം ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസ് അസോസിയേഷൻ ഉള്ളത്. പോസ്കോ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെയൊക്കെ തലപ്പത്തേക്ക് നിയമിക്കുന്ന ഒരു കേരളം കൂടിയാണ് ഈ കേരളം. അത് തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയപരമായ ചായ്വുള്ളവരെ ഇതുപോലുള്ള സ്ഥലത്തൊന്നും കൊണ്ടിരുത്താൻ പാടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ കേരളത്തിലെ പല രാഷ്ട്രീയ ആൾക്കാരുടെ നിറം നോക്കി തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് യാതൊരു പക്വതയില്ല, നിയമപരിജ്ഞാനവും കാണൂല. പക്ഷെ രാഷ്ട്രീയം കൊടി പിടിച്ച് നടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചായ്വ് കാണിച്ചുകൊണ്ട് അവർക്ക് ആ രാഷ്ട്രീയപരമായിട്ട് ആ ഒരു പോസ്റ്റ് കിട്ടും. വളരെ വളരെ മോശമായ ഒരു കാര്യമല്ലേ അത്? എത്രയോ പക്വതയുള്ള, എത്രയോ സർവീസുള്ള, എത്രയോ കേസ് നടത്തി നല്ല പക്വതയും പരിജ്ഞാനവും നിയമ പരിജ്ഞാനവും ഉള്ള ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്താണ് ഒരു രാഷ്ട്രീയ ചായ്വ് കൊണ്ട് ഒരു വിവരവും ഇല്ലാത്ത ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി പൈസ കൊടുത്ത് ഒരു ഡിഗ്രി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ ധാരാളം പേരുണ്ട്. നല്ലതല്ലത്. ഒരു കമ്മിറ്റ്മെന്റ് വേണം നമുക്ക് എല്ലാ കാര്യത്തിലായാലും ശരി. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ നടന്നോ, പക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ഒരുപോലെ കാണണം. അതിനകത്ത് പ്രതിയെ രക്ഷപ്പെടുത്താൻ പോകുന്നത് വാളയാർ കേസിനകത്ത് അങ്ങനല്ലേ സംഭവിച്ചത്? ആ പ്രതിയെ രക്ഷപ്പെടുത്താൻ തന്നെ എല്ലാവരും ശ്രമിച്ചത്, എല്ലാ ലെവലിലും അങ്ങനെ ശ്രമിച്ചു. അപ്പം അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യത്തില് ഈ 9ാം ക്ലാസ്സുകാരന്റെ ഞാൻ പറയാൻ കാരണം അടുത്ത കാലത്ത് വളരെയധികം കൊച്ചു കുട്ടികൾ സൂയിസൈഡ് ചെയ്തെന്ന് വരുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം കുട്ടികളുടെ സൂയിസൈഡ് ചിലപ്പം ഈ 12 വയസ്സിനകത്തൊക്കെ കൊലപാതകമായിരിക്കാം. എങ്കിലും 18 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ സൂയിസൈഡ് അവർക്കൊന്നും ഒരു പ്രതീക്ഷ ജീവിതത്തിലില്ല. അത് അച്ഛൻ നേരത്തെ അത് പറയും, പ്രതീക്ഷ കൊടുക്കണം നമ്മള്. കുട്ടികൾക്ക് ജീവിതത്തില് നൈരാശ്യം തോന്നാനുള്ള ഒരു പ്രായം 12 വയസ്സിനകത്തുള്ളവർ ആർക്കും ഇല്ല. 12നും 18 വയസ്സിനും ഇടയ്ക്ക് അവരുടെ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പം അടുത്തൊരു സ്റ്റേജിലോട്ട് ജീവിതത്തിന്റെ വേറൊരു ഒരു കാലഘട്ടത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ കൊണ്ട് തീരുമാനിക്കുകയാണ്. കാരണം ജോലിക്ക് പോകണോ, കൂലിപ്പണിക്ക് പോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും IT കാരന് പോകണോ, അല്ലെങ്കിൽ ഹയറായിട്ട് പഠിക്കുവോ, മാതാപിതാക്കൾ പഠിക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ? ഇന്ന് കേരളത്തിലെ ഒരു +2 വരെ പോയി ഏത് കുട്ടിക്കും ഡിഗ്രിക്ക് പൈസ ഇല്ലെങ്കിൽ ശരി വിദേശത്ത് പോകാം. നമുക്ക് ബാങ്ക് ഫൈനാൻസ് തരും, ഗവൺമെന്റ് ഫൈനാൻസ് തരും. അതുകൊണ്ട് പഠനത്തിന് ആഗ്രഹമുള്ള ഏത് കുട്ടിക്കും വിദേശത്ത് പോകാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതിനുള്ള ബാങ്ക് ഫൈനാൻസ് ഉണ്ട്. കുട്ടികളൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഏത് ലെവലിലോട്ടും പോകാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആരോട് വേണം അപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മലയാളികളെ സാമ്പത്തികമുള്ളവരെല്ലാം സഹായിക്കാനായിട്ട് വരുന്നുണ്ട്.
നമുക്കറിയാം അപകടം പറ്റിയ കുടുംബത്തില് യാതൊരു സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയക്കുള്ള അഭ്യർത്ഥിച്ചു കഴിയുമ്പോൾ എത്രയോ ആൾക്കാർ, നല്ല ആൾക്കാർ, മലയാളികൾ അവരെ സഹായിക്കാൻ രംഗത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിങ്കാനാലോ അവിടെയൊക്കെ തീർച്ചയായിട്ടും സഹായത്തിന്റെ ഹസ്തങ്ങളായിട്ട് എല്ലാ ജാതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ആ സാധ്യതകൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് അല്ലെ കുട്ടികൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നതാണ് ശ്രീ ജോ ജോസഫ് ഇവിടെ പറയുന്നത്. ഡോക്ടർ ജോസ് പോൾ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം, എല്ലാ കാലത്തും കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യം, അത് മാധ്യമങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതിന് കാരണം എന്നൊരു നിലയിലേക്കാണ് എല്ലാ കൺക്ലൂഷനും എത്തുക. സിനിമകളുടെ കാരണം സിനിമയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ഇതിലേക്കൊക്കെയുള്ള കാരണമെന്നൊക്കെയാണ് പറയുക. ഈ ഒരു ആരോപണത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഏത് നിലയിലാണ് നമുക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുക? ഏത് നിലയിലാണ് അവരെ അഡ്വക്കേറ്റ് ശ്രീ ജോ ജോസഫ് പറഞ്ഞതുപോലെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അവർ ചെയ്യുന്നൊന്നും ശരിയല്ല, നിങ്ങൾക്കൊക്കെ എന്തറിയാം എന്ന് കരുതുന്ന ഒരു നല്ല വിഭാഗം ജനങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികള് നമ്മുടെ സമൂഹത്തിൽ വേണ്ട രീതിയിൽ സ്വീകാര്യത ഉള്ളവരാകുന്നില്ല. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ കേൾക്കുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരും എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തണം. ഇനി മാധ്യമങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നവമാധ്യമങ്ങളെ കുറിച്ചും മൊബൈലിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പലരും പരാതി പറയുന്നവരാണ്. ഇതൊക്കെയാണ് കുട്ടികളെ മോശമാക്കുന്നത് എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് എങ്ങനെ കിട്ടുന്നു? ജനിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കുട്ടി കരയുകയാണെങ്കിൽ പല മാതാപിതാക്കന്മാരും കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് മൊബൈലാണ്. ഒന്നുകിൽ പാട്ട് കേൾപ്പിക്കും, അതല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കാണിക്കും, എന്നിട്ട് കുട്ടി ഉറക്കിക്കെടുത്തും. കുറച്ച് കഴിയുമ്പോൾ ഈ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ കുട്ടി അക്രമാസക്തനാകും. അതിന് ഉത്തരവാദി ആരാണ്? കുട്ടികളെ സംരക്ഷിക്കാനിരിക്കുന്ന സംവിധാനങ്ങളിലുള്ളവർ കുട്ടികളെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. പലപ്പോഴും കുട്ടികളുടെ മനസ്സ് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മള് കുഞ്ഞിന് ഭാഷ പറയുന്നുണ്ട്, സേവനക്കാരൊക്കെ ജീവനക്കാരായ നാൾ തൊട്ട് ഇന്നാട് നാശമായി എന്ന്. നമുക്ക് സമയമനുസരിച്ചുള്ള ജോലിയാണ്, ഇത്ര സമയത്ത് ജോലി ചെയ്യൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ എന്നൊക്കെ കരുതുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളതെങ്കിൽ ഒരു പരിധിവരെ ഇപ്പോഴും അങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനായിട്ട് മനസ്സുള്ള വ്യക്തികളായിരിക്കണം കുട്ടികൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കണം. പലപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ വേറെ പലത് എഴുതിക്കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ വേറെ പല കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളത് തിരിച്ചറിയണം. ഒരു കുട്ടി, പ്രത്യേകിച്ച് ചെറിയ കുട്ടികള് ഒന്നാന്തരം ക്യാമറകളാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഈ സാറ് വെറുതെ ഇരുന്ന് കേൾക്കുകയാണ്, സാറ് അവിടെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കേൾക്കുന്നുള്ളൂ എന്ന് കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടി തുറന്ന് പറയുകയില്ല. അപ്പൊ കുട്ടിക്ക് വളരെ നല്ലൊരു ആംബിയന്റ്, കുട്ടിയെ ശ്രമിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ആംബിയന്റ് കുട്ടിക്ക് ഉണ്ടാകണം. ഈ മീഡിയകള്, മൊബൈല് അല്ലെങ്കിൽ ക്യാമറകള്, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകള്, ഇതൊക്കെ കുട്ടിക്ക് കൊടുക്കുന്ന ആരാണ്? ചെറുപ്പത്തിലെ നമ്മളിനെ കൊടുക്കും, നമ്മുടെ സൗകര്യാർത്ഥം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ കുട്ടി അതിനെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മാറ്റിയെടുക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതേസമയം തന്നെ എന്തുകൊണ്ട് കുട്ടി അഡിക്റ്റഡ് ആയി എന്നുള്ള ചിന്ത മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ പ്രാപ്തിയുള്ള നല്ല കൗൺസിലേഴ്സ് നമുക്ക് വേണം. പലപ്പോഴും എൻ്റെ അനുഭവത്തില് ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യുമ്പോഴും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലായിരിക്കുമ്പോഴേക്കുള്ള അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും പല കൗൺസിലേഴ്സിന്റെയും റീഡിങ്സ് തെറ്റായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു കുട്ടിയെ അച്ഛനും സഹോദരനുമെതിരെ ലൈംഗികമായ അതിക്രമം ആരോപിച്ചിട്ട് അവരെ റിമാൻഡ് ചെയ്തൊരു കേസിൽ ഞങ്ങൾ നിരന്തരമായിട്ട് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് കുട്ടി സത്യം പറഞ്ഞത്. കുട്ടി അവസാനം പറഞ്ഞു, എനിക്ക് അടുത്ത വീട്ടിൽ TV കാണാൻ പോകണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അച്ഛനും ജ്യേഷ്ഠനും ഉപദ്രവിച്ചു എന്ന് നുണ പറഞ്ഞതാണ്. കാരണം കുട്ടിയോട് ആരും പറഞ്ഞു കൊടുത്തു, അച്ഛനും ജ്യേഷ്ഠനും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ആ വീട്ടിൽ നിർത്തില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മേനെ ചേട്ടനെ അവിടുന്ന് മാറ്റണം. ഇത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ കുട്ടി നുണ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ കുട്ടിയെ ഒരു സ്ഥലത്ത് നിർത്തിയില്ല, നേരെ ഹോമിലേക്ക് കൊണ്ടുവന്നു. നിരന്തരമായിട്ട് ആഴ്ചയിൽ 1-2 കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് ആ കുട്ടി സത്യം പറഞ്ഞത്. ഫാദർ, അങ്ങനെയൊക്കെ
അങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതും അതാണ് നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു ചോദ്യം. അങ്ങനെ ഒരു പരിതസ്ഥിതി കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? അതൊരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയല്ലേ? അതെ. ഈ കുട്ടിക്ക് ഈ പർട്ടിക്കുലർ കേസിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിക്ക് TV കാണുന്ന ആഗ്രഹം. ഈ കുട്ടിയുടെ വീട്ടിൽ TV ഇല്ല. അപ്പൊ ഈ അച്ഛനും അമ്മയും വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ കുട്ടിയുടെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് സാധിക്കുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, കുട്ടികൾ ചോദിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കരുത്, ആവശ്യമുള്ള ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ കുട്ടിക്ക് ഇത് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ സമയവും സാഹചര്യവും അറിവും പക്വതയും നമ്മുടെ മുതിർന്നവർക്കില്ല. അതിന് സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. ഈ ഒരു സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ധാരാളം കുട്ടികൾ വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ സങ്കടകരമായ ഒരു ഒബ്സർവേഷൻ. അത് വരാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തയ്യാറെടുക്കണം. കുടുംബ പശ്ചാത്തലമൊക്കെ മാറി. 1950കൾക്കോ 60കൾക്കോ മുന്നുള്ള ഒരു കുടുംബ പശ്ചാത്തലമല്ല ഇപ്പോൾ ഉള്ളത്. അന്നൊക്കെ ഞാൻ 8 മക്കളുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. എന്നൊക്കെ കുറെ വളർത്തിക്കുന്ന എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യമില്ല. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അധ്യാപകരുടെയും ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ്. അതിനുവേണ്ടതായ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. നമുക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ധാരാളം കുട്ടികളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ പല കുട്ടികളും ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവം തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ്. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പോക്സോ കേസിൽപ്പെട്ട കുട്ടികൾ പോലും മുതിർന്നവരായിട്ട് പോലും ചിലപ്പോൾ വിളിക്കുന്നുണ്ട്. ഫാദർ, ഇങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അതൊക്കെ ദൈവം തന്ന ഒരു നിമിത്തം കാരണം അവരുടെ ജീവിതങ്ങളിൽ കൃത്യമായ സമയത്ത് ഇടപെടാൻ സാധിച്ചു. അവരുടെ ജീവിതങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിച്ചു. അപ്പൊ നമുക്ക് ഇനിയും ആവശ്യമായിട്ട് നല്ല കൗൺസിലിംഗ് സെന്റേഴ്സ് ആണ്. അതും നമ്മുടെ ഇടയിൽ കുറവാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നിലവിൽ എത്രത്തോളം കൗൺസിലിംഗ് സെന്ററുകൾ കേരളത്തിലുണ്ട് ഇങ്ങനെ ഒരു കുട്ടികൾക്ക് മനസ്സ് തുറക്കാൻ വേണ്ടി? അങ്ങനെ എത്ര ഇടങ്ങൾ കേരളത്തിലുണ്ട്? കേരളത്തിൽ എല്ലാ ജില്ലകളിലും ചൈൽഡ് ലൈനിൽ കൗൺസിലേഴ്സ് ഉണ്ട്, DCPയിൽ കൗൺസിലേഴ്സ് ഉണ്ട്, ഹോമുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്സർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, പല കൗൺസിലേഴ്സും വേണ്ടത്ര എക്യുപ്ഡ് അല്ല. ട്രെയിനിങ് ഒന്നും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ലേ, നാട്ടിലില്ലേ? അത് കൊടുത്തു വരുന്നു. പക്ഷേ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൂടി കാണാനായിട്ടുള്ള ഒത്തിരി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നല്ല കൗൺസിലിംഗ് സംവിധാനം ഉള്ളത് കേരളത്തിലായിരിക്കാം. പക്ഷേ അതുകൊണ്ടായില്ല. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ഏറ്റവും എഫക്റ്റീവ് ആവണം. അതിനുള്ള ട്രെയിനിങ്ങുകൾ ഇനിയും വരണം. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ധാരാളം കുട്ടികൾ MSW കോഴ്സിൽ ചേരുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല കൗൺസിലിംഗ് കോഴ്സുകൾ കൊടുത്ത് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മനസ്സ് വായിക്കാൻ സാധിക്കുക. കാരണം കുട്ടി പലപ്പോഴും കുട്ടിയുടെ മനസ്സിലത് പറയില്ല. ഒരു പരിധി വരെ നമുക്ക് മൈൻഡ് റീഡിങ് ആവശ്യമാണ്. എന്താണ് കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അമ്മ വീട്ടിലിരുന്നാല് കുട്ടി വീട്ടിലിരിക്കും. അമ്മ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുട്ടി ഓഫീസിൽ പോകും. കുട്ടിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അമ്മ സ്കൂളിൽ വന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും കുട്ടിയുടെ കൂടി ഉണ്ടായിരിക്കണം. ഞാനൊരു 2 മണിക്കൂർ, ഇത് UKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ കേസാണ്. 2 മണിക്കൂർ ഞാൻ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. എനിക്ക് യാതൊരു തുമ്പും കിട്ടിയില്ല. അമ്മ പറഞ്ഞു, താഴെ ഒരു കുട്ടിയുണ്ട്, 6 മാസം പ്രായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുമായിട്ട് നല്ല അടുപ്പത്തിലാണ്, ഒരു കുഴപ്പമില്ല. കുഞ്ഞുവാവനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുവാവനെ അവന് കിട്ടിയത്. എല്ലാം സന്തോഷമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ ക്ലാസ്സിലേക്ക് വരാനുള്ള വഴിക്ക് ചെയ്ത് അവനെ ഫിഷ് ഫ്രൈ ഇഷ്ടമാണ്, അത് കൊടുത്തു കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ചട്ടം കെട്ടി താഴേക്ക് വരികയാണ്. അപ്പൊ ഞാനൊരു പെട്ടെന്നൊരു ചോദ്യം, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം ഞാൻ അവനോട് ചോദിച്ചു, കുഞ്ഞുവാവ് എങ്ങനെയുണ്ട്? ഉടനെ ആ കുട്ടി എൻ്റെ കൗൺസിലിങ്ങിന് എനിക്ക് കിട്ടേണ്ട ഉത്തരം എനിക്ക് തന്നു, കുഞ്ഞുവാവ പൊട്ടയാണ്. ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞുവാവ പൊട്ട? ഞാൻ കുട്ടീനെ തനി വിളിച്ചിട്ട് ചോദിക്കുന്നു, അമ്മയെന്നൊക്കെ മാറ്റി നിർത്തിയിട്ട്. അമ്മ കേൾക്കുന്നില്ല. കുട്ടി പറഞ്ഞു, കുഞ്ഞുവാവ എന്നെ തല്ലും. ഞാൻ ചോദിച്ചു, എങ്ങനെ തല്ലുന്നത്? കുട്ടി മലന്ന് കിടന്നിട്ട് ഇങ്ങനെ കൈയിട്ടടിക്കില്ലോ, അതിവൻ വിചാരിക്കുന്നത് ഇവനെ തല്ലുകയാണെന്നാണ്. ആരും കാണുന്ന സമയത്ത് ഈ കുട്ടി പോയി ഈ 6 മാസം പ്രായ കുട്ടീനെ പൊതിരെ തല്ലും. കുട്ടിയുടെ കരച്ചു കേട്ടിട്ടാണ് അമ്മയെ ഓടി വരിക. ഇനി പിന്നെന്താണ് കുഞ്ഞുവാവ് ചെയ്യുക? കുഞ്ഞുവാവ് എന്നെ തുപ്പും. ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഭൂ ഭൂ എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കലോ, അത് ഇവൻ വിചാരിക്കുന്നത് ഇവന് തുപ്പാണെന്നാണ്. ഇവൻ സൗകര്യം കിട്ടുമ്പോഴേക്ക് കുട്ടിയെ ഇതുപോലെ തുപ്പി നാശാക്കും, വൃത്തികേടാക്കും. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, കുഞ്ഞുവാവ് പൊട്ടയാണെന്നുള്ള വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവന് വീട്ടിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല. അതിന്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, ഈ കുഞ്ഞുവാവ് ജനിക്കുന്നവരേക്ക് ഈ 3.5 വയസ്സുള്ള കുട്ടിയായിരുന്നു വീട്ടിലെ രാജാവ്, രാജകുമാരൻ. അത് കഴിഞ്ഞ് കുഞ്ഞുവാവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയാൽ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ മുതിർന്നവര് ഇനി തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്,
കുഞ്ഞുവാവയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ വലിയ വാവയ്ക്കും ശ്രദ്ധ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അച്ഛൻ ആ കൗൺസിലിംഗിന് ശേഷം ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായോ? ആ കുട്ടി ഞാൻ പിന്നെയും പല പ്രാവശ്യം കൗൺസിലിംഗ് കൊടുത്തു. കുട്ടി മിടുക്കനായി. അവൻ +2 പഠിക്കുന്ന സമയത്ത് വരെ എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നീട് അവര് വേറെ എവിടേക്കും സ്ഥലം മാറിപ്പോയി. അതുവരെ എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. സന്തോഷപൂർവ്വം അവരെ സന്ദർഭത്തെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന സമയം അവന്റെ അമ്മ പ്രത്യേകിച്ച് എന്നോട് പറയാറുണ്ട്, അച്ഛനും പറയാറുണ്ട്, അത് നമ്മൾ ഇത് അവർ മൈൻഡ് റീഡിങ് കുറച്ച് നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ കൗൺസിലിംഗ് വ്യക്തമാണ്. ഡോക്ടർ ജോസ് പോളിനെ പോലുള്ള വൈദികർ ഈ വലിയൊരു ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാം. ഇത്തരം കൗൺസിലേഴ്സ് ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കുട്ടികളുടെ മനസ്സിലെ മുറിവൊപ്പുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. സോ അഡ്വക്കേറ്റ് പ്രേംനാഥ്, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ കുട്ടികളെ കാണാതാകുന്ന ഈ ഒരു പ്രവണത ഇങ്ങനെ പോകുമ്പോൾ ധാരാളം കുട്ടികൾ എവിടെയാണെന്ന് പോലും നമുക്കിപ്പോൾ വ്യക്തമല്ലല്ലോ. എന്താണ് ഇതിന് നമുക്ക് പ്രതിവിധി ഉള്ളത്? എന്ത് ജാഗ്രതയാണ് മാതാപിതാക്കളും കേരളവും എടുക്കേണ്ടത്? ഓക്കെ, ഇതില് നമുക്ക് വേണ്ടത് കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണമാണ് പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അതായത് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ വർഷങ്ങളോളം പ്രോസിക്യൂട്ടർ ആയിരുന്നു. അവിടെ വരുമ്പോൾ സമയത്ത് 18 വയസ്സ് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം അവിടേക്ക് വരാനായിട്ട്, അവരുടെ കൂടെ നിർബന്ധമായി വരണം. പക്ഷെ മോഷണ കേസുകളുടെ കുട്ടികളിൽ ഏകദേശം 95% കേസുകളിലും അവരുടെ അമ്മ മാത്രമേ വരുള്ളൂ, അച്ഛൻ വരില്ല. അപ്പൊ അച്ഛൻ വരാത്ത കാരണം ചോദിച്ചാൽ അച്ഛൻ ദുബായിലാണെന്ന് പറയും, അല്ലെങ്കിൽ അച്ഛൻ ഡ്രൈവറാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇല്ല, അല്ലെങ്കിൽ അച്ഛൻ ഓടിപ്പോയി, അല്ലെങ്കിൽ അമ്മ ഓടി വന്നു, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ തന്നെ നമുക്കറിയാം അത് ബ്രോക്കൺ ഫാമിലി. ഒരു ബ്രോക്കൺ ഫാമിലി ഉള്ളതുകൊണ്ടാണ് ആ കുട്ടി പിന്നെ എങ്ങനെ ഒരു മോഷ്ടാവായി എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഈ കുടുംബ ബന്ധങ്ങളിലെ ഒരു വലിയൊരു ബന്ധം അതിൽ വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ അധികം തലയിടാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും തമ്മിൽ നല്ല പരസ്പര ബന്ധമായിരുന്നു, വൈകിട്ട് ഒരുമിച്ച് കാണുക ഒക്കെ ചെയ്യുന്നു. ഇന്നിപ്പോ വാട്സപ്പും എല്ലാം വന്നതിന് ശേഷം ആർക്കും സമയമില്ലാത്തൊരു കാരണമായിരിക്കും. അപ്പോ ഇന്നിപ്പോ കോളനികളാണ്, ഓരോ കോളനികളായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് എല്ലാ കുടുംബ സമൂഹങ്ങളൊക്കെ. അപ്പൊ ഈ ഓരോ കോളനികളിലും ഈ അവിടെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് വേണ്ട റിക്രിയേഷണൽ ആക്ടിവിറ്റി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഒരുക്കണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം. കുട്ടികൾക്ക് അവരെ വാട്സപ്പിൽ നിന്നെല്ലാം മോചിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു സാമൂഹിക ഭദ്രതയും കുടുംബ ഭദ്രതയും ഉണ്ടെങ്കിൽ തന്നെ ഈ മിസ്സിംഗ് കേസുകളുടെ എണ്ണം വളരെയധികം കുറയും. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫിൽ നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു മാൻ മിസ്സിംഗ് കേസ് നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പോലീസ് എന്ത് നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടത്? ഈ തരുന്ന കേസുകൾ, നമ്മുടെ ചുറ്റുമുള്ള ജസ്ന ഉൾപ്പെടെയുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ എത്രത്തോളം കൃത്യതയോടെ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലുള്ള ജാഗ്രത വേണം പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട ജാഗ്രത എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പോലീസ് ആരെ കാണാൻ പോയാലും കൊച്ചുകുട്ടിയായാലും ശരി വലിയവരായാലും ശരി ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ട് 57 അനുസരിച്ച് ഒരു മെയിൻ മിസ്സിംഗ് കേസ് എടുക്കും. അപ്പം തന്നെ അവർ ജില്ലാ ലെവലിലെ എല്ലാ സ്ഥലത്തും വയർലെസ് മെസ്സേജ് കൊടുക്കും. കേരളത്തിൽ മുഴുവൻ വയർലെസ് മെസ്സേജ് കൊടുക്കും. സോഷ്യൽ മീഡിയ പോലീസിന്റെ സൈറ്റ് ഉണ്ട്, അവിടെ കൊടുക്കും. അത് ചാനലിൽ കൊടുത്തു. അതൊക്കെ പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടിയെ ട്രേസ് ചെയ്യാനുള്ള അവർ ഫീൽഡിൽ വരും. കേരള പോലീസ് വളരെ ആ കാര്യത്തിലൊക്കെ വളരെ 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 കൃത്യനിഷ്ഠയോടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ചില കേസിനകത്ത് നമുക്ക് മിസ്സാവും, തിരിച്ചു കിട്ടുന്നില്ല. പോലീസിന് ഒരു അലംഭാവം ആ കാര്യത്തിലൊന്നുമില്ല. കാരണം പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാന്നുള്ള മാത്രമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് പോകും. അതിനും ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഒരു കുട്ടിയെ നമ്മൾ കാണാതാകുന്നു എന്നത്, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ഒരു പോലീസിനെ ആശ്രയിക്കണം? കാരണം ഈ കുട്ടികളെ കാണാതാകുമ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു നിസ്സംഗത ഇതാണ്, കുട്ടി തിരിച്ചു വരുമല്ലോ, അല്ലെങ്കിൽ ഉടനെ വരും എന്നൊരു പ്രതീക്ഷയിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേസ് പോലീസിനെ അറിയിക്കാനുള്ള ഈ വൈകുന്നതും ഈ അന്വേഷണങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഞാൻ അച്ഛൻ പറഞ്ഞതുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ കുട്ടികളെ നമ്മൾ കാണാതെ ഇപ്പൊ ഓൺലൈനിലാണ് മുഴുവൻ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നമുക്ക് ഇല്ലതാനും നിലവിൽ ഇല്ല. അപ്പൊ ഓൺലൈനിലാണ് കുട്ടികൾക്ക് എന്നെ ഈ സൂം തന്നെ എന്റെ കുഞ്ഞു കൊച്ചുങ്ങളുണ്ട് ഇവിടെ, അതുങ്ങളെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മളതിലും വലിയ എക്സ്പെർട്ടാണ് അവര്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് അത് ഒളിച്ചും പാത്തും നിങ്ങൾ കൊടുക്കാതിരുന്ന അവരത് കണ്ടിരിക്കും. അത് തന്നെയല്ല ഓൺലൈനിലാണ് എഡ്യൂക്കേഷൻ മുഴുവൻ. അതുകൊണ്ട് TV ഉപേക്ഷിക്കാൻ പറ്റില്ല, മൊബൈൽ ഫോണും കുട്ടികൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ ദൂഷ്യവശങ്ങൾ നല്ല വശങ്ങൾ അതുങ്ങളെ പഠിപ്പിക്കാന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ.
അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ക്ഷമ പേരൻസിന് വേണം. ഇത് കുട്ടികൾ കൈകാര്യം ചെയ്തിരിക്കും. നിങ്ങളവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ അവന്റെ കൂട്ടുകാരുടെ കൈ കാണും. അതൊക്കെ ഇപ്പോഴത്തെ ആധുനിക യുഗത്തില് നമുക്ക് പഴയ കാലത്തോട്ടൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ അവർക്ക് കൊടുക്കണം, കാണണം. സിനിമ കാണട്ടെ, ഇതും കാണട്ടെ, ഒക്കെ ചെയ്യട്ടെ. പക്ഷെ അതിന്റെ ദൂഷ്യവശങ്ങളും ഒരു സിനിമ കണ്ട് പേരൻസും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് സീരിയൽ കാണുന്ന എല്ലാവരും ഉണ്ട്. കേരളത്തിലെ സീരിയല് സെൻസർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്നാന്നറിയോ, അതിനകത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മായിമ്മയും അമ്മായിപ്പനും അല്ലെങ്കിൽ സഹോദരൻ, അമ്മായിപ്പൻ ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അമ്മായിമ്മയും നാത്തൂനും കൂടെ ഇവളെ ഒതുക്കാനുള്ള കാര്യങ്ങളാണ് സീരിയൽ വരുന്നത്. തിരിച്ച് അവരുടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെ അപ്പനും അമ്മയും അവരുടെ സഹോദരനും കൗണ്ടർ ആയിട്ടുള്ള തന്ത്രങ്ങൾ. ഇത് മാത്രമേ മലയാളത്തിലുള്ളൂ. കാരണം ഇതാണ് ജീവിതമെന്ന് കഴിഞ്ഞ 2 തലമുറയിലുള്ള ആൾക്കാർ ഭാഗത്തു നിന്നൊരു ജാഗ്രത ഉണ്ടാകണമെന്നത് വ്യക്തമാണ്. എങ്ങനെയാണ് ഒരു കുട്ടിയെ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആ ജാഗ്രത കുറവ് കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. 5 മിനിറ്റ് 10 മിനിറ്റ്, പ്രത്യേകിച്ച് 12 വയസ്സിനുള്ള ഒരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അയലക്കത്തുള്ളവരും പറഞ്ഞു. കാരണം ചില ഇൻഫർമേഷൻ അയലക്കത്തുള്ളവർ തരും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ അവരുടെ കൂടും. പിന്നെ ആ ഏരിയ റെസിഡന്റ് അസോസിയേഷൻ ആണെങ്കിൽ അതിന്റെ ഭാരവാഹിയെ ഇമ്മീഡിയറ്റ് അറിയിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടിയെ കിട്ടും. ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും റെസിഡന്റ് കോളനി ആയാലും ശരി, അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടാവും. അവരെല്ലാവരും രംഗത്ത് വരും. പിന്നെ നാട്ടിൽ ധാരാളം സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. ആ കുട്ടികളെല്ലാം സജീവമായിട്ട് പെട്ടെന്ന് പിടി കിട്ടും നമുക്ക്. കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. കുട്ടികൾ 10% മിസ്സാവുന്നുള്ളൂ. അതിനകത്ത് ചില ഡെത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് അൺട്രേസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടും. അത് കേരളത്തിലുള്ളവര് ജനങ്ങൾ പൊതുവെ അലർട്ടാണ്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ അധികം മിസ്സിംഗ് ആയി പോവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു കണക്ക്. ഈ ജാഗ്രത കേരളം കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി അല്ലെ? അവര് പ്രായത്തിന് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കാനും കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. സാറ് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ മൊബൈൽ ഇന്നില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് പോലും കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ കുട്ടികൾ നേരെ മറിച്ച് കുട്ടികൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുത്തുകൂട്ടിയിരിക്കണം. ഒരു മുഴം മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യത്തിന്. കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലേറ്റ് ആകും. അവർ വേറെ പല വഴിക്കും അതൊക്കെ സംഘടിപ്പിച്ചിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ പറയും, എൻ്റെ അച്ഛനും അമ്മയും നല്ല അച്ഛനും അമ്മയാണ്, എനിക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുവോ അതൊക്കെ അവരെനിക്ക് തരുന്നു. ഇതാണ് തിരിച്ചറിവ്, ഇതാണ് വിവേകം. ഇത് നമുക്കുണ്ടാകണം. തീർച്ചയായും ഈ തിരിച്ചറിവിലേക്ക് കേരളം എത്തട്ടെ. അതിനുള്ള ഒരു വഴികാട്ടിയായിട്ട് ഈ ചർച്ച മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിൽ ധാരാളം കുട്ടികളെ അല്ലെങ്കിൽ മാൻ മിസ്സിംഗ് കേസുകൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടാകുമ്പോൾ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളും വ്യക്തികളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ്. ഈ ജാഗ്രത കൈവിടാതെ സൂക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ ജോസ് പോൾ, അഡ്വക്കേറ്റ് പ്രേംനാഥ്, 3 പേർക്കും നന്ദി.